2025 ലോക മാതൃഭാഷാ ദിനം കൈഗ കൈരളി പഠന കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ കൈഗ ടൗൺഷിപ്പിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. പഠന കേന്ദ്രത്തിലെ സൂര്യകാന്തി വിദ്യാർത്ഥിനിയായ ജാൻവി മനോജ് അവതാരികയായി കാര്യപരിപാടികൾക്ക് നേതൃത്വം നൽകി. കൈഗ ആണവ കേന്ദ്രം ഹെൽത്ത് ഫിസിക്സ് വിഭാഗം തലവൻ ശ്രീ NK അശോകൻ, പ്രശസ്ത നർത്തകിയും നൃത്താധ്യാപികയുമായ ശ്രീമതി സ്മിത സുനിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇവർ ലോകഭാഷകളെക്കുറിച്ചും മാതൃഭാഷയുടെ പ്രാധാന്യത്തെയും വൈവിധ്യത്തെയും കുറിച്ചും കുട്ടികളുമായി സംവദിച്ചു. പഠനകേന്ദ്രം അധ്യാപികമാരായ സുദിന രാജീവ് സ്വാഗതം പറയുകയും സുവിജ ബിജു കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു. അധ്യാപികയായ നിഷ അജി ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പ്രവർത്തക സമിതി അംഗങ്ങളും അടക്കം 70-ൽ കൂടുതൽ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. പഠിതാക്കൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു. ആഘോഷങ്ങളുടെ സമാപനത്തിൽ മധുരം പങ്കിട്ട് എല്ലാവരും സന്തോഷം പങ്കുവച്ചു. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അതിഥികളെയും എൻ്റെ കൂട്ടുകാരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള ഭാഷയുടെ പ്രസിദ്ധനായ ഏതാനും വരികൾ ആലപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്. എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്. എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ലോക മാതൃഭാഷ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ഉണ്ടാവും? എല്ലാ രാജ്യത്തും അതിൻ്റെതായ ഭാഷയുണ്ട്. മലയാളം മിഷന്റെ കോർഡിനേറ്റർ ശ്രീ M. രാജീവ് സാറിനെ ശരി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മലയാളം മിഷൻ സെക്രട്ടറി ശ്രീ ബിനിൽ അതുപോലെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ എല്ലാ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ചില പരിപാടികൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യമായി ഒരു അക്ഷരപ്പാട്ട് കേൾക്കാം. അവതരിപ്പിക്കുന്നത് അറൗണ്ട് കെ. അങ്ങനെ ഉള്ള അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു അക്ഷരപ്പാട്ട്. ആയും ഞാനും കൂടി ആലിന് ചുറ്റിനു മൂടി ഇലയിലിരുന്നൊരു ഉറമ്പ് ഈ വഴി പോവാൻ ചെന്നു. അവതരിപ്പിക്കുന്നത് നയോനിക പുന്നത്ത്. നമസ്കാരം. ഗന്ധർവ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആദ്യകാല കവിതകളിൽ പ്രസിദ്ധമായ കവിതയാണ് ആ പൂമാല. മഴയന്റെ മാടത്ത പാട്ടുപാടി മരമെല്ലാം മരതകക്കുമ്പു പൂടിച്ചു വന്നു. അറുപത്താണി വരിഞ്ഞു കയറി പുറത്തില്ലെങ്ങു പതഞ്ഞല്ലോ. താളക്കുളിത്തുന്നൊരാൻ തീലത്തുമ്പിത്തിലെ ചെല്ലവുമായി ഭൂമിയെ പാടിമൂടും അത്രയും വെറ്റിരമെന്നുവാ പുലർക്കാലെ മെന്നോളലിതേ നീയൻ മുന്നിൽ നിർവൃതി താൻ പൊൻകടൽ പോലെ മഞ്ഞത്തെച്ചിട്ട്. ലോക മാതൃഭാഷ ദിനം 1999 നവംബർ 17
17 യുനെസ്കോ ഫെബ്രുവരി 21 ലോക മാതൃഭാഷ ദിനമായി പ്രഖ്യാപിച്ചത്. നമ്മളെ നാം ആക്കിയ ഭാഷ മലയാളമാണ്. അറിവിൻ്റെ ആദ്യ അക്ഷരം അമ്മയാണ്. ഇന്ന് മലയാളികൾ ഒരുപാട് മാറി. ഭാഷകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാതൃഭാഷയെ കരയ്ക്ക് കയറി വന്നപ്പോൾ അതാ 2 പക്ഷികൾ ദുഃഖിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞണ്ട് വിവരങ്ങൾ അന്വേഷിക്കാൻ വേലയ്ക്ക് ചെന്ന് പറിച്ചത് ഒന്നരവട്ടി വാവയ്ക്കാം. വേലയ്ക്ക് ചെന്ന് പറിച്ചത് ഒന്നരവട്ടി വാവയ്ക്കാം. എനിക്കും വേണം പാവയ്ക്കാം, എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്കാം. എനിക്കും വേണം പാവയ്ക്കാം, എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്കാം. പാവയ്ക്കാം പറിച്ചോളൂ നിങ്ങൾ പവല വള്ളി പറിക്കരുത്. 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 2 വെട്ടി പടവലിങ്ങ, 2 വേലിക്ക് ചെന്നു പറിച്ചത് 2 വെട്ടി പടവലിങ്ങ. എനിക്കും വേണം പടവലിങ്ങ, എൻ്റെ അച്ഛനും വേണം പടവലിങ്ങ. എനിക്കും വേണം പടവലിങ്ങ, എൻ്റെ അച്ഛനും വേണം പടവലിങ്ങ. പടവലിങ്ങ പറിച്ചോളൂ നിങ്ങൾ പടവല വള്ളി പറിക്കരുത്. 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 പറിച്ചത് 3 വട്ടി മുന്തിരിങ്ങ, 3 വേലിക്ക് ചെന്ന് പറിച്ചത് 3 വട്ടി മുന്തിരിങ്ങ. എനിക്കും വേണം മുന്തിരിങ്ങ, എൻ്റെ ചേട്ടനും വേണം മുന്തിരിങ്ങ. എനിക്കും വേണം മുന്തിരിങ്ങ, എൻ്റെ ചേട്ടനും വേണം മുന്തിരിങ്ങ. മുന്തിരിങ്ങ പറിച്ചോളൂ നിങ്ങൾ മുന്തിരിങ്ങ പറഞ്ഞു പറിച്ചത് 4 വെട്ടി കുമ്പളങ്ങ. 4 വെള്ളിക്ക് ചെന്നു പറിച്ചത് 4 വെട്ടി കുമ്പളങ്ങ. എനിക്കും വേണം കുമ്പളങ്ങ, എൻ്റെ ചേച്ചിക്കും വേണം കുമ്പളങ്ങ. എനിക്കും വേണം കുമ്പളങ്ങ, എൻ്റെ ചേച്ചിക്കും വേണം കുമ്പളങ്ങ. നിങ്ങൾ കുമ്പള വള്ളി പറിക്കരുത്. കുമ്പളങ്ങ പറിച്ചോളൂ നിങ്ങൾ കുമ്പള വള്ളി പറിക്കരുത്. കുമ്പളങ്ങ പറിച്ചോളൂ നിങ്ങൾ കുമ്പള വള്ളി പറിക്കരുത്. കുമ്പളങ്ങ പറിച്ചോളൂ നിങ്ങൾ കുമ്പള വള്ളി പറിക്കരുത്. അപ്പോൾ ഒരു ദിവസം ആ കുട്ടീൻ്റെ അച്ഛൻ ഭയങ്കര മഴയായതുകൊണ്ട് തെന്നി വീണു. അപ്പോൾ ആ കുട്ടീൻ്റെ അച്ഛൻ്റെ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അശോകൻ സാറിനെയും ശ്രീമതി സ്മിത സുനിലിനെയും ക്ഷണിക്കുന്നു. മാതൃഭാഷ ദിനല്ലേ? നമ്മുടെ മാതൃഭാഷ എന്താ? മലയാളം. എന്തിനാ ഭാഷ? എന്തിനാ സംസാരിക്കുന്നേ? അതെ, നമ്മൾ ഒരാളോട് വേറോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അവർക്ക് മനസ്സിലാകണ്ടേ? അപ്പൊ അവർക്കും നമ്മൾക്കും അറിയുന്ന ഭാഷ വേണം അല്ലേ? ഒരു സാധനം വേണം. ഭാഷ ഉപയോഗിക്കുന്നത് കറക്റ്റ് അല്ലേ? ഒരു കഥയുണ്ട് ഭാഷയെ കുറിച്ച്, എന്താണെന്നറിയാവോ? ബൈബിളിലൊക്കെ കുട്ടികൾക്ക് ഒരുപാട് സ്നേഹം, ഒരുപാട് ബഹുമാനിക്കുന്ന മലയാളം മിഷനിലെ ടീച്ചർമാർക്കും ഭാഷാപ്രേമികൾക്കും നമസ്കാരം. അശോകൻജി പറഞ്ഞു എങ്ങനെയാണ് ഭാഷയുടെ ഉദ്ഭവം ഉണ്ടായത്. മലയാളത്തിലെ പര്യായങ്ങൾ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഇതൊക്കെ കേട്ടപ്പോൾ ഇതിൻ്റെ പ്രയോഗത്തിനെ കുറിച്ച് പറയാമെന്ന. പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഗുഡ് യൂസ് ഓഫ്. അപ്പോൾ എന്നും മറക്കാത്തൊരാൾ പറഞ്ഞു മാതൃഭാഷാ ദിനാചരണത്തിൽ പങ്കെടുത്ത എല്ലാ പഠിതാക്കൾക്കും അധ്യാപികമാർക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അശോകൻ സാറിനെയും ശ്രീമതി സ്മിതാ സുനിലിനെയും കൈഗ മലയാള മിഷന്റെ പേരിൽ ഞാൻ പ്രത്യേകം
നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടിയിൽ പങ്കെടുത്ത കൈഗ മലയാള മിഷന്റെ ഹലോ